ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. സോ ഒരുപാട് പേര് ചോദിച്ചൊരു വീഡിയോ ആണ് 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് പറയൂ ചേച്ചി എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കമന്റ് ബോക്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതായത് ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഞാൻ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾ എന്താ പറയുക, നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, റിവിഷൻ ആയിട്ട് കാണുക കേട്ടോ. കുറച്ചധികം ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അധികം ടൈം ഇല്ല, നമുക്ക് അടുത്ത മാസമാണ് എക്സാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, നിങ്ങൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ നോക്കുക. ഇനി ഒരു ടോപ്പിക്ക് പുതിയതായിട്ട് എടുത്തിട്ട് നിങ്ങൾ പഠിക്കരുത്. ഓക്കെ, ടൈം എന്തായാലും പോവും. അതുകൊണ്ട് പുതിയ ടോപ്പിക്ക് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. പഠിച്ച ടോപ്പിക്കിനെ നന്നായി റിവൈസ് ചെയ്തിട്ട് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, പുതിയതായിട്ട് ഒരിക്കലും ഇനി ഒരു ടോപ്പിക് എടുക്കരുത്. ഒരു മാസമേ ഉള്ളൂ. ആ ഒരു മാസം ഫുള്ള് നമുക്ക് റിവിഷൻ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്സ് ആണ്. നമ്മളിപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് നമ്മൾ ടൈം ടേബിൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും കൂടി ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ആക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓക്കെ, അത് ഈ ഒരു മാസം ഫുള്ള് റിവിഷൻ ആക്കി മുന്നോട്ട് കൊണ്ടുപോവുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. ഓക്കെ, ആ ഒരു ഏരിയാസ് ഒക്കെ നന്നായി കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് നോക്കാം. ആദ്യം ലോക ചരിത്രത്തിൽ നിന്ന് 3 ടോപ്പിക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും, പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും, പിന്നെ ഫ്രഞ്ച് വിപ്ലവവും. ഓക്കെ, അപ്പൊ ഇത് 3 ഞാൻ ലോക ചരിത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു 3 ടോപ്പിക്സിലെ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ കണ്ടിരുന്നു. അതുകൊണ്ട് ഈ 3 ടോപ്പിക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പഠിച്ചു കഴിഞ്ഞവർ ഈ ഒരു ടോപ്പിക്സ് നന്നായി ഫോക്കസ് ചെയ്ത് നോക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാ നമ്മുടെ സിലബസ് നോക്കിയിട്ട് എല്ലാത്തിനും ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അധികമാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കളഞ്ഞു വെക്കുക. അതായത് ആ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾക്ക് ഏതൊക്കെയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ചോദ്യം വരുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതിന്ന് നെഗറ്റീവ് ആക്കുക. അതായത് മൈനസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള ടോപ്പിക്സ് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ ലോക ചരിത്രത്തിന് 3 ടോപ്പിക്കാണ്. പിന്നെ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് അന്തരീക്ഷ മർദ്ദവും താപവും, പിന്നെ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ഉത്തരപർവ്വത മേഖല, പിന്നെ നദികൾ. ഇതില് ഈ ഉത്തരപർവ്വത മേഖലയും നദികളും നിങ്ങൾ നന്നായി നോക്കുക. ബാക്കി 2 നോക്കണ്ടെന്നല്ല, പക്ഷെ ഉത്തരപർവ്വത മേഖല അതേപോലെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതലും ഈ നദികളും ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഓരോ നദീന്റെ പോഷക നദികളും ഉത്ഭവവും എവിടൊക്കെ സ്ഥാനങ്ങൾ അതൊക്കെ നോക്കി വെക്കുക. അതേപോലെ ഉത്തരപർവ്വത മേഖല നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, റിവൈസ് ചെയ്തിട്ട് നോക്കുക. മുൻവർഷ ചോദ്യങ്ങൾ മാക്സിമം നോക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഭരണഘടനയിൽ നിന്ന് എന്തായാലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഭരണഘടന. അതിൽ 4 ടോപ്പിക്സ് എടുത്തിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സമിതി, പിന്നെ പൗരത്വം, പിന്നെ ആമുഖം, പിന്നെ മാർഗനിർദ്ദേശക തത്വങ്ങളാണ് കേട്ടോ. മാർഗനിർദ്ദേശ തത്വങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നത് ബാക്കി എല്ലാത്തിനും ചോദിച്ചിട്ടില്ല എന്നല്ല, ഓൾമോസ്റ്റ് കുറെ ഒരു ടോപ്പിക്കിൽ നിന്ന് കുറെ ക്വസ്റ്റ്യങ്ങൾ വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന്ന് 4 ടോപ്പിക്സ് ഉണ്ട്. ഇന്ത്യൻ സാമ്പത്തിക രംഗം, ഇന്ത്യയുടെ സാമ്പത്തിക രംഗം, അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും. നീതി ആയോഗിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രിലിംസിന് വരെ നമുക്ക് ഓൾമോസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് നീതി ആയോഗിൽ നിന്ന് പ്ലാനിംഗ് കമ്മീഷൻ എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി നോട്ട് ചെയ്തിട്ട് പഠിച്ചു പോവുക. പിന്നെ കേരള ഭരണ സംവിധാനങ്ങളും, ദുരന്ത നിവാരണ അതോറിറ്റി, പിന്നെ തണ്ണീർത്തട സംരക്ഷണം, സംസ്ഥാന സിവിൽ സർവീസ്. ഇതിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെഡ് ആരാണ്, ചെയർപേഴ്സൺ ആരാണ്, അത് പഠിക്കുക. പിന്നെ തണ്ണീർത്തട സംരക്ഷണ ദിനം ഏതാന്ന് പഠിക്കുക, പ്രമേയം പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു 3 അപ്പൊ അത് നോക്കുക. പിന്നെ ബയോളജി, ഇതൊന്നും നമുക്ക് ഓൾമോസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. കാരണം നമ്മൾ LD-ക്കും LGS-നും ഒക്കെ പഠിക്കുന്ന ഒരു ഏരിയാസ് ആണ് ഈ ഒരു എന്താ പറയുക ബയോളജി എന്നുള്ളത്. കാരണം മനുഷ്യ ശരീരം
അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് മനുഷ്യ ശരീരത്തിൽ നിന്ന് തന്നെ. അപ്പൊ അത് നമ്മൾ എപ്പോഴും എപ്പോഴും എല്ലാ എക്സാമിനും ഇത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞതായിരിക്കും. അതിന് റിവിഷൻ എന്ന പോലെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ബയോളജിയുടെ 4 ടോപ്പിക്സ് മനുഷ്യ ശരീരം, പിന്നെ വിറ്റാമിനുകൾ, ജീവിതശൈലി രോഗങ്ങൾ, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 മാർക്കിന് വരാൻ ചാൻസ് ഉള്ളതാണ് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾ എന്തായാലും 1 മാർക്കിന് ഷുവർ ആണ് 100%. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ തന്നിട്ട് അല്ലാത്തത് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരെണ്ണം തന്നിട്ട് ബാക്കി 3 അല്ലാത്തതായിരിക്കും. അതിൽ ജീവിതശൈലി രോഗം ഏതാന്ന് കണ്ടുപിടിക്കാനായിരിക്കും തന്നിട്ടുള്ളത്. നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുള്ളും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത്. പിന്നെ വിറ്റാമിനുകളും അതെന്തായാലും ചോദിക്കും കേട്ടോ. പിന്നെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഓൾമോസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. അപ്പൊ ബയോളജിയിൽ 4 ടോപ്പിക്സ് ആയി. പിന്നെ ഫിസിക്സിൽ 3 ടോപ്പിക്സ് ആണ്. ചലനം, സബ് ടോപ്പിക്സ് വേറെയുണ്ട്. അപ്പൊ അത് നിങ്ങൾ റിവിഷൻ, അതായത് ഓരോ വീക്കിലും ഇതിന്ന് ഓരോ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോ 1 മാസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. അത്രയും ദിവസം എക്സാമിന് മുന്നേ നമുക്ക് തീർക്കാൻ പറ്റും. 1 മാസം തികച്ചില്ല. അപ്പോ ഫിസിക്സിന് ചലനം എടുത്തിട്ടുണ്ട്, പ്രകാശം, പിന്നെ പ്രവൃത്തിയാണ് കേട്ടോ. ഈ 3 ഫിസിക്സിൽ എടുത്തിട്ടുള്ളത്. പിന്നെ കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ 2 ടോപ്പിക്കുള്ളൂ, ലോഹങ്ങളും ആറ്റവും. ഓക്കെ, സബ് ടോപ്പിക്സ് ഉണ്ട്, pH മൂല്യമൊക്കെ, അങ്ങനെ കുറെ സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. നിങ്ങൾ സിലബസ് നോക്കുക, സിലബസിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഒക്കെ ഫുള്ള് ഇരുന്ന് റിവിഷനിൽ മാത്രം ചിന്തിച്ച് അങ്ങനെ പഠിച്ചു പോകുക കേട്ടോ. എന്നാൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. മാർക്ക് പോവാനും ചാൻസസ് കൂടുതലാണ്. ചോദ്യങ്ങൾ ആ രീതിയിലായിരിക്കും PSCയുടെ ട്രെൻഡ്. ഓക്കെ, പിന്നെ ഞാൻ മാത്സും ഇംഗ്ലീഷും മലയാളം ഇവിടെ എടുത്തിട്ടുണ്ട്. കാരണം അതും കൂടി ഒന്ന് നമുക്ക് റിവിഷനിൽ ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ മാത്സിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, പിന്നെ സംഖ്യകളും ദശാംശ സംഖ്യകളും, പിന്നെ ശരാശരിയാണ്, പിന്നെ ലാഭവും നഷ്ടവും. ഓക്കെ, അപ്പൊ മാത്സ് ഫുള്ളും ചെയ്ത് തന്നെ പഠിക്കുക. എന്നും ഡെയിലി മാത്സ് ചെയ്ത് നോക്കുക. വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ചോദ്യം കണ്ട എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് മനസ്സിൽ വരണം. അപ്പൊ അതുപോലെ അതായത് ചെയ്ത് നോക്കുക കേട്ടോ. കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ യൂട്യൂബിൽ അയച്ചാലും ടെലിഗ്രാമിൽ അയച്ചാലും അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് ചെയ്ത് പഠിക്കുക കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് ആണ് എടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷിന് കോൺകോഡ് ടോപ്പിക് എടുത്തിട്ടുണ്ട്, ടൈപ്സ് ഓഫ് സെന്റൻസും പിന്നെ ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസും എടുത്തിട്ടുണ്ട്. പിന്നെ ടെൻസ് എടുത്തിട്ടുണ്ട്, ടെൻസ് ഇൻ കണ്ടീഷണൽ സെന്റൻസ്, പിന്നെ ഡിഫറെന്റ് പാർട്ട് ഓഫ് സ്പീച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു 5 ടോപ്പിക്സ് എല്ലാ ക്വസ്റ്റ്യൻസും കാണുന്നതാണ്. ഇതിന് പുറമെ ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ളത് ഈ ഒരു 5 അതുകൊണ്ട് നിങ്ങൾ ഇത് പുതിയ പഠിക്കാത്തവരാണെങ്കിൽ ഈ ഒരു പുതിയ ടോപ്പിക് നിങ്ങൾ ഒരിക്കലും പഠിക്കരുത്. കാരണം ഇനി സമയമില്ല, പഠിക്കാനുള്ള സമയം നമുക്കില്ല. പ്രീലിംസിന് പഠിച്ചത് നമുക്ക് റിവൈസ് ചെയ്ത് കൊണ്ടുവരാന്ന് മാത്രമേ ഉള്ളൂ. പുതിയ ടോപ്പിക് ഇതിൽ പഠിക്കാത്ത ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ പഠിക്കാൻ നിൽക്കരുത്. ഓക്കെ, പിന്നെ മലയാളത്തിൽ നിന്ന് 3 എടുത്തിട്ടുള്ളൂ. പദശുദ്ധി, വാക്യശുദ്ധി, പദശുദ്ധിയാണ്, വാക്യശുദ്ധി, പിന്നെ വചനം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ സ്ത്രീലിംഗം, പുല്ലിംഗം, ആ വചനങ്ങളിൽ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അത് 1-2 മാർക്കിന് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 3 എന്തായാലും 1-2 മാർക്കിനുണ്ട്. അതുകൊണ്ടാണ് ഈ 3 എടുത്തിരിക്കുന്നത്. ബാക്കി പഠിക്കേണ്ടെന്നല്ല, പഠിച്ചു കഴിഞ്ഞവരാണ് റിവിഷൻ ചെയ്യുക കേട്ടോ. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എടുത്തിട്ടുള്ളത് ഒളിമ്പിക്സും പാരാലിമ്പിക്സും എടുത്തിട്ടുണ്ട്. വേദി, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത ആളുകളുടെ എണ്ണം, നമ്മുടെ ഇന്ത്യ എത്ര മെഡൽ നേടി, അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ ഇതിപ്പോ പാരീസ് ഒളിമ്പിക്സ് ഉണ്ട്, പാരാലിമ്പിക്സും ഉണ്ട്. അതിൽ ഏത് രാജ്യക്കാരാണ് ഫസ്റ്റ് വന്നത്, സെക്കൻഡ് വന്നത്, തേർഡ് വന്നത്, അവരുടെ മെഡലുകൾ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. പിന്നെ നമ്മുടെ ഇന്ത്യ അതിൽ മനു ഭാക്കർ, PR ശ്രീജേഷ്, പിന്നെ ഹോക്കിക്ക് നമുക്ക് വെങ്കലം, അങ്ങനെ ഒരുപാട് നമുക്ക് പാരീസ് ഒളിമ്പിക്സിൽ പഠിക്കാനുണ്ട്. പഠിക്കുക. പിന്നെ പതാക ഏന്തിയത്, തുടക്കവും അവസാനവും പതാക ഏന്തിയത് ആരാന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒളിമ്പിക്സും പാരാലിമ്പിക്സും ആയി. പിന്നെ അവാർഡുകളാണ് എടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ് അവാർഡും നമ്മുടെ ഫിലിം അവാർഡൊക്കെ ഇല്ലേ, സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, പിന്നെ വയലാർ അവാർഡ്, ഓസ്കാർ, ഇങ്ങനെ കുറച്ച് അവാർഡുകൾ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പൊ അത് അവരുടെ പേര്, ഏത് കൃതിക്കാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഓസ്കാർക്ക് എന്തിനാണ് കിട്ടിയതെന്നും കൂടി പഠിക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് അടുത്തിടെ മരണപ്പെട്ടവരെന്നുള്ളത് കേട്ടോ. കാരണം നമ്മുടെ ഡിസംബറിൽ മൻമോഹൻ സിംഗും
പിന്നെ MT മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ നമ്മുടെ MTയുടെ ഒക്കെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സും കാര്യങ്ങളും എഴുതിയ കൃതികളും ഒക്കെ നോട്ട് ചെയ്തിട്ട് തന്നെ പോവുക. MT ചോദ്യം വരികയാണെങ്കിൽ MTയുടെ കൃതി അല്ലാത്തത് ഏതാന്ന് ചോദിക്കും, ചിലപ്പോൾ ആയത് ചോദിക്കും. അങ്ങനെ ഓപ്ഷൻസ് തരും. നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായി നോട്ട് ചെയ്തിട്ട് പോവാ കേട്ടോ. കുറേ ഉണ്ട് കറണ്ട് അഫേഴ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോക്കാനുള്ളതുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു 3 ടോപ്പിക് എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഇതിന്ന് എന്തായാലും 1 മാർക്കെങ്കിലും വരും, ഷുവർ ആണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കും ഇത് കൂടുതലാണെന്ന്, ഒരിക്കലും അല്ല. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിന്ന് എന്താ പറയാ എത്രത്തോളം ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എൻ്റെ യൂട്യൂബിൽ തന്നെ ഇരുന്ന് കണ്ടിട്ട് അതിൽ നിന്ന് എടുത്തതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ച് റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. എന്തായാലും ഷുവർ ആയിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ള രീതിക്ക് നിങ്ങൾ ഇരുന്ന് റിവിഷൻ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇത്രയും ടോപ്പിക്സ് ഞാൻ തന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് നമുക്ക് കട്ട് ഓഫ് കടക്കാനുള്ള ഒരു മാർക്ക് കിട്ടും. ഇത്രയും ടോപ്പിക്സ് പഠിച്ചാൽ തന്നെ കിട്ടും അല്ലേ? അപ്പോൾ നന്നായി ഇരുന്ന് പഠിക്കാം. പുതിയൊരു ടോപ്പിക്ക് പഠിക്കാണ്ട് നിൽക്കരുത്. അതിന് ആ സമയം കൂടി നമുക്ക് റിവിഷൻ ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയൊരു പഠിക്കാനുള്ള ടൈം നമുക്കില്ല. ഓക്കെ, അപ്പൊ അതനുസരിച്ച് എല്ലാവരും നന്നായി പഠിച്ച് നന്നായി എക്സാം എഴുതാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.